ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിവ്യൂ ഓൺ വീൽസ്. റിവ്യൂ ഓൺ വീൽസിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു DIY വീഡിയോ ചെയ്യുന്ന ഒരു ഡു ഇറ്റ് യുവർ സെൽഫ് വീഡിയോ. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മോട്ടോർ സൈക്കിളിൻ്റെ എൻജിൻ ഓയിൽ എങ്ങനെ വീട്ടിലിരുന്ന് അത് ചേഞ്ച് ചെയ്യാം, അതായിരിക്കും ഇന്ന് ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. നമുക്കപ്പോൾ ആദ്യമായി ഞാൻ യൂസ് ചെയ്യുന്ന എൻജിൻ ഓയിൽ ഒന്ന് പരിചയപ്പെടാം. ഞാനിന്നിവിടെ ചേഞ്ച് ചെയ്യുന്നത് KTM Duke 390 എൻജിൻ ഓയിലായിരിക്കും. സോ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ലിക്വിമോളിയുടെ ഫുള്ളി സിന്തറ്റിക് ഓയിലാണ്. ഇതിൻ്റെ ഗ്രേഡ് എന്ന് പറയുന്നത് 10W50 ആണ്. സോ നിങ്ങളുടെ ബൈക്സിൻ്റെ അതായത് ഗ്രേഡ് ഓയിൽസ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. കൂടാതെ ഞാൻ ഇതൊരു ഫുള്ളി പെർഫോമൻസ് പാക്കേജ് ആയിട്ടാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു എൻജിൻ ഫ്ലഷ് ഷൂട്ടറും കിട്ടും, ഒരു 40 അഡിറ്റീവ് ഷൂട്ടറും, ഒരു MOS2 ഷൂട്ടറും കിട്ടും. സോ നമുക്ക് ഇതെല്ലാം യൂസ് ചെയ്തായിരിക്കും നമ്മൾ ഈ എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്നത്. കൂടാതെ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓയിൽ ഫിൽറ്റർ. ഇത് KTM ഓയിൽ ഫിൽറ്ററാണ്. നമ്മൾ ഒരു എൻജിൻ ഓയിൽ പുതിയത് ഒഴിക്കുമ്പോൾ എന്തുകൊണ്ടായാലും ഓയിൽ ഫിൽറ്ററും ചേഞ്ച് ചെയ്തിരിക്കണം. സോ നമ്മളതും യൂസ് ചെയ്യുന്നുണ്ട്. ഇനി പ്രോഡക്ട്സ് ഓരോന്നായിട്ട് നോക്കാം. ഇത് ലിക്വിമോളിയുടെ എൻജിൻ ഫ്ലഷ് ഷൂട്ടറാണ്. ഇത് നമുക്ക് നമ്മുടെ എൻജിൻ ടോട്ടലി ഒന്ന് ക്ലീൻ ചെയ്യുന്നതാണ്. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇതൊരു ഡിറ്റർജൻറ്റ് പ്രോപ്പർട്ടീസ് ആയിരിക്കും നൽകുന്നത്. സോ ഇത് യൂസ് ചെയ്യുന്ന ടൈം ഒരു കാരണവശാലും നമ്മൾ എൻജിൻ റവ് ചെയ്യാൻ പാടില്ല. സോ നമ്മളിത് എൻജിനിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ എൻജിൻ ഓയിലിൻ്റെ ലൂബ്രിക്കേഷൻ പ്രോപ്പർട്ടീസ് നഷ്ടപ്പെടുന്നതായിരിക്കും. സോ അത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ 40 അഡിറ്റീവ് ഷൂട്ടറാണ്. ഇത് നമ്മുടെ എൻജിൻ ഓയിലെല്ലാം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് യൂസ് ചെയ്യേണ്ടതാണ്. ഇത് നമ്മുടെ ഫ്യൂവൽ ടാങ്ക് ഫുള്ളാക്കിയതിന് ശേഷം അതിൻ്റെ അകത്ത് ഒഴിക്കേണ്ട ഒരു ഷൂട്ടറാണ്. ഇത് നമ്മുടെ ഫ്യൂവൽ പമ്പൊക്കെ ക്ലീൻ ചെയ്യുന്നൊരു അഡിറ്റീവ് ഷൂട്ടറാണ്. സോ ഇത് ഡെഫിനറ്റ്ലി നമ്മുടെ പെർഫോമൻസ് എന്തായാലും ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ മറ്റൊരു മെയിൻ ഷൂട്ടർ എന്ന് പറയുന്നത് MOS2 ഷൂട്ടറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മുടെ എൻജിനിലെ ഫ്രിക്ഷൻ കുറയ്ക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റിഫൈൻഡ് എൻജിൻ, ഒട്ടും തന്നെ വൈബ്രേഷൻ ഇല്ലാത്തൊരു എൻജിനായിട്ട് മാറ്റുന്നതായിരിക്കും ഈ ഷൂട്ടർ. സോ ഈ ഷൂട്ടർ നമ്മൾ എൻജിൻ ഓയിൽ ഒഴിച്ചതിന് ശേഷം ലാസ്റ്റ് യൂസ് ചെയ്യേണ്ട ഒരു ഷൂട്ടറാണ്. സോ നമുക്ക് ഇനി എങ്ങനെയാണ് എൻജിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. നമുക്ക് ആദ്യമായി ബൈക്കിൻ്റെ ഈ ഒരു ബെല്ലി പാൻ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാം. നമുക്ക് ആദ്യമായി ഈ ലിക്വിമോളിയുടെ എൻജിൻ ഫ്ലഷ് ഷൂട്ടർ യൂസ് ചെയ്യാം. സോ അത് യൂസ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ ഓയിലിൻ്റെ ക്യാപ്പ് അങ്ങ് റിമൂവ് ചെയ്യണം. ഓക്കെ, സോ ഇത് 1.5 ലിറ്റർ ഓയിൽ കപ്പാസിറ്റി ഉള്ള എൻജിനാണ്. സോ നമുക്ക് ഈ ഫുൾ എൻജിൻ ഫ്ലഷ് ഷൂട്ടർ യൂസ് ചെയ്യേണ്ടി വരും ലിക്വിമോളിയുടെ. ഇതൊരു 80 ml ആണ്. സോ നമ്മളിത് കംപ്ലീറ്റ്ലി ആയിട്ട് ഈ എൻജിനിലോട്ട് ഒഴിക്കുകയാണ്. സോ നമ്മൾ എൻജിൻ ഫ്ലഷ് കംപ്ലീറ്റ്ലി ഇപ്പോൾ എൻജിനിൽ ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് തിരിച്ച് ക്യാപ്പ് ക്ലോസ് ചെയ്യാം എൻജിൻ ഓയിലിൻ്റെ. ഇപ്പോൾ എൻജിൻ ഫ്ലഷ് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് നമ്മുടെ ബൈക്ക് ഒരു 10 minutes സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കാരണവശാലും എൻജിൻ റവ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 10 minutes വണ്ടി ഐഡിലായിട്ട് വെക്കണം. സോ ഇപ്പോൾ ഒഴിച്ചിരിക്കുന്ന എൻജിൻ ഫ്ലഷിന് ഒരു ഡിറ്റർജൻറ്റ് പ്രോപ്പർട്ടിയാണ്. സോ നമ്മുടെ എൻജിൻ ഓയിലിൻ്റെ ലൂബ്രിക്കേഷൻ പ്രോപ്പർട്ടി എല്ലാം നഷ്ടപ്പെടുന്നതാണ്. സോ അതുവഴി നമുക്ക് എൻജിൻ ക്ലീനായി കിട്ടും. സോ നമുക്കൊന്ന് എൻജിൻ 10 minutes സ്റ്റാർട്ട് ചെയ്തിടാം.
പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ത്രോട്ടിൽ യൂസ് ചെയ്യാനേ പാടില്ല. സോ ഇപ്പം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ്സ് ആറായി. ഇപ്പം റേഡിയേറ്റർ ഫാനും ഓൺ ആയിട്ടുണ്ട്. സോ നമുക്ക് എൻജിൻ ഇനി ഒന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്കിനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ നമുക്ക് എൻജിനൊന്ന് കൂളാകാനുണ്ട്. സോ നമുക്കിനി അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ അടുത്ത സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോകാം. നമുക്ക് ഈ ഡ്രെയിനിട്ട് ഊരി നമുക്ക് ഓൾഡ് എൻജിൻ ഓയിൽ ഡ്രെയിൻ ചെയ്യാം കംപ്ലീറ്റ്ലി. ഈ സ്റ്റെയിനറും കൂടെ അങ്ങ് റിമൂവ് ചെയ്യാം. സോ പഴയ എൻജിൻ ഓയിൽ കംപ്ലീറ്റ്ലി റിമൂവ് ആവും. ഇതാണ് സ്റ്റെയിനർ. ഇത് നമ്മൾ എൻജിൻ്റെ ആവശ്യമില്ലാത്ത ഡെപ്പോസിറ്റ്സ് എല്ലാം അടിഞ്ഞിരിക്കുന്ന ഒരു സ്റ്റെയിനേഴ്സാണ്. സോ ഇതിലിപ്പം അധികം ഡെപ്പോസിറ്റ്സ് ഒന്നും കാണില്ല, എങ്കിലും കുറച്ചുണ്ട്. നമുക്കിത് ക്ലീൻ ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഇതിന് ഫിക്സ് ചെയ്യാവുള്ളൂ. ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മോട്ടോയുടെ ഓയിലാണ്. സോ എനിക്കതുകൊണ്ട് തന്നെ ഫുൾ ഒരു ഓൾഡ് ഓയിൽ ഡ്രെയിൻ ഔട്ട് ചെയ്യേണ്ട വരുന്നത് കൊണ്ട് നമുക്ക് ഈ ക്രാങ്ക് സെക്ഷനിലെ നട്ടും കൂടെ ഊരി നമുക്ക് ഓയിൽ ഡ്രെയിൻ ഔട്ട് ചെയ്യാം. സോ ഇതിലും നമുക്കൊരു ചെറിയൊരു സ്റ്റെയിനർ കിട്ടുന്നുണ്ട്. ഈ സ്റ്റെയിനർ നമ്മളിനി ക്ലീൻ ചെയ്തിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത സ്റ്റെപ്പ് ചെയ്യും. അതായത് നമുക്കിനി ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്യണം. സോ അവിടെ നിന്നും കുറച്ച് ഓയിൽ നമ്മൾ ഡ്രെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് ഈ ഓയിൽ ഫിൽറ്റർ ക്യാപ്പ് അങ്ങ് റിമൂവ് ചെയ്യാം. നമുക്കിനി ഈ ഫിൽറ്റർ റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓയിൽസ് എല്ലാം ഫുൾ ഡ്രെയിൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുതിയ ഫിൽറ്റർ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഫിൽറ്റർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ റബ്ബർ പോർഷൻ വേണം അകത്തോട്ട് പോകേണ്ടത്. സോ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. നമുക്ക് പുതിയ ഫിൽറ്റർ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ഓയിൽ ക്യാപ്പ് തിരിച്ചു വയ്ക്കാം. ഇത് ക്ലീൻ ചെയ്തതാണ്. ഇതിൻ്റെ ഈ ഓറിങ്ങും എല്ലാം നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തതാണ്. സോ ഇത് നമുക്കിനി ഫിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിനി നമ്മുടെ ഓയിൽ സ്റ്റെയിനർ കണക്ട് ചെയ്യാം. ഇത് ക്ലീൻ ചെയ്തെടുത്തതാണ്. നമുക്കിനി ഇത് തിരികെ വയ്ക്കാം. സോ നമുക്കിനി ക്രാങ്ക് സെക്ഷനിൽ ഈ സ്റ്റെയിനറും കൂടെ തിരിച്ച് റീഫിറ്റ് ചെയ്യാം. ഇത് ക്ലീൻ ചെയ്തെടുത്തതിന് ഇതിൽ നമുക്കൊരു ഓറിങ് ഉണ്ടാവും. സോ നമ്മൾ കുറച്ചൊരു ഓയിൽ ഇതിൽ ആക്കിയിട്ട് വേണം അകത്തോട്ട് വയ്ക്കാൻ. ഇനി നമ്മൾക്കപ്പോൾ നമ്മുടെ പുതിയ എൻജിൻ ഓയിൽ ഫില്ല് ചെയ്യാം. ലിക്വിമോളിയുടെ 10W50 എന്നുള്ള ഗ്രേഡിലുള്ള. സോ നമുക്ക് അതിലോട്ട് പോവാം. ലിക്വിമോളിയുടെ ബോട്ടിലിൻ്റെ പ്രത്യേകതയാണ് ഇതേപോലൊരു സ്ട്രോ പോലത്തെ ഒരു സംഭവം കൂടെ വരും. സോ നമുക്ക് ഒട്ടും തന്നെ ലീക്കേജ് ഇല്ലാണ്ട് നമുക്ക് ഫുൾ ഓയിലും അതിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊരു 1 ലിറ്ററിൻ്റെയാണ്. നമുക്ക് ടോട്ടൽ 1.5 ലിറ്റർ വേണം. സോ ഞാനൊരു 0.5 ലിറ്റർ ഒരു ജാറിൽ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്.
സോ ആദ്യം നമുക്ക് 1 ലിറ്ററിൻ്റെ ഇതങ്ങ് ഒഴിക്കാം. നമ്മളിപ്പോൾ 1 ലിറ്റർ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 0.5 ലിറ്ററും കൂടെ നമുക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതും കൂടെ നമുക്ക് ഫില്ല് ചെയ്തേക്കാം. MOS2 ഷൂട്ടർ നമുക്ക് ഫില്ല് ചെയ്യാം. സോ MOS2 ഷൂട്ടർ നമുക്ക് എൻജിൻ കുറച്ചുകൂടെ റിഫൈൻഡ് ആക്കും. നമുക്ക് പെർഫോമൻസും കിട്ടും, എൻജിന് മാത്രമല്ല ഫ്രിക്ഷനും കുറയ്ക്കുന്നതായിരിക്കും. സോ ഇത് വളരെ ഉപയോഗമുള്ളൊരു പ്രോഡക്റ്റാണ് MOS2 ഷൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പം MOS ഷൂട്ടറും കംപ്ലീറ്റ്ലി യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഓയിലിൻ്റെ ക്യാപ്പ് സെക്ഷൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ക്യാപ്പ് വെച്ച് അടയ്ക്കേണ്ട. നമ്മളിനി ചെയ്യുന്നതിൽ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഈ 40 അഡിറ്റീവ് ഷൂട്ടർ. നമുക്ക് ഈ ഫ്യൂവൽ ക്യാപ്പ് തുറന്ന് അതിൻ്റെ അകത്ത് ഫുൾ ഫില്ല് ചെയ്യേണ്ടത്. സോ അതിന് മുന്നേ നിങ്ങളുടെ ഫ്യൂവൽ ലെവൽ ഫുള്ളാണോ എന്ന് കൂടെ ചെക്ക് ചെയ്യേണ്ടതാണ്. സോ ഞാൻ ഫ്യൂവൽ ലെവൽ ഫുള്ളാക്കിയിട്ടുണ്ടായിരുന്നു. സോ നമുക്കിനി ഫ്യൂവൽ ക്യാപ്പ് തുറന്ന് നമുക്ക് ഈ അഡിറ്റീവ് ഷൂട്ടറും കൂടെ ഫ്യൂവലിൽ ഒഴിക്കാം. സോ ഇതൊരു 80 ml ആണ്. സോ കംപ്ലീറ്റ്ലി നമ്മൾ ഈ ടാങ്കിൽ ഒഴിക്കേണ്ടതാണ്. സോ നമ്മൾ 40 അഡിറ്റീവ് ഷൂട്ടറും ഫില്ല് ചെയ്തിരിക്കുന്നു. സോ ഇതാണ് ഈ ലിക്വിമോളിയുടെ പെർഫോമൻസ് പാക്കിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ എല്ലാം ഇപ്പം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളിത് ആ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെപ്പറ്റി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു കമൻറ്റ് ഡ്രോപ്പ് ചെയ്യുക. പുതുപുത്തൻ വീഡിയോസുമായി ഞങ്ങൾ ഉടൻ എത്തുന്നതാണ്. അതുവരേക്കും ബൈ.